ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവിനെ കുറിച്ചാണ്. എന്തിനാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പ് കർവ് വരയ്ക്കുന്നത്, എന്താണ് ടോർക്ക് സ്ലിപ്പ് കർവ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ ഏതൊക്കെ സ്ലിപ്പ് റേഞ്ചിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും, ഏതൊക്കെ സ്ലിപ്പ് റേഞ്ചിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാലോ, സ്ലിപ്പിന്റെ മാക്സിമം വാല്യൂ എന്താണ്? 1. മിനിമം വാല്യൂ എന്താണ്? 0. ഇത് നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക. S=1 എപ്പോഴാകുക? മോട്ടർ സ്റ്റാർട്ട് ആകുമ്പോൾ, സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ. S=0 എപ്പോഴാകുക? റോട്ടറിന്റെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡിന്റെ അടുത്ത് ഏകദേശം എത്തുക. ഈക്വൽ ആയിട്ട് എത്തൂല, ഏകദേശം എടുത്തേ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ സ്ലിപ്പ്=0 വന്നത്, അത് സാധാരണ നോ ലോഡ് കണ്ടീഷൻ നമ്മൾ പറയും. നോ ലോഡ് കണ്ടീഷനിൽ മോട്ടറിന്റെ റോട്ടർ സിങ്ക്രണസ് സ്പീഡിന്റെ ഏകദേശം അടുത്തുള്ള സ്പീഡിൽ കറങ്ങും. നമ്മൾ എന്തിനാണ് ടോർക്ക് സ്ലിപ്പ് കർവ് വരക്കുന്നത്? എന്തിനാന്ന് വെച്ചാൽ ടോർക്ക് സ്ലിപ്പിന്റെ വേരിയേഷൻ അനുസരിച്ച് എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. നമുക്കറിയാലോ, ഞാനൊരു സപ്പോസ് ഒരു കേസ് ഇതാക്കണം. ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടറാണിത്. ഓക്കെ, റോട്ടറിന്റെ ഷാഫ്റ്റ് ഞാൻ അങ്ങനെ എടുത്തിട്ട് ഞാനൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ലോഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡിൽ റൺ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റോട്ടറിന്റെ സ്പീഡും സിങ്ക്രണസ് സ്പീഡും ആൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ അതിന്റെ സ്ലിപ്പ് എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ നിയർ ടു 0 ആയിരിക്കും. ഓക്കെ, ഞാൻ അതിലേക്ക് ചെറിയൊരു ലോഡ് കൊടുത്തു. ചെറിയൊരു ലോഡ് കൊടുത്തു. ഓക്കെ, ലോഡ് 1, ഒരു ചെറിയ ലോഡാ. ആ ലോഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? NR റോട്ടറിന്റെ സ്പീഡ് കുറയും. റോട്ടറിന്റെ സ്പീഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സ്ലിപ്പിൽ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഒന്ന് കൂടും. ഓക്കെ, അപ്പോൾ റോട്ടറിന്റെ സ്പീഡ് ഒരു 1500 RPM പകരം ഒരു 1490 RPM ഒക്കെ ആയി മാറി. ഓക്കെ, വീണ്ടും ഞാൻ മോട്ടറിനെ അക്രോസ് ആയിട്ട് ഒരു ലോഡും കൂടി അപ്ലൈ ചെയ്യാണ്. ഓക്കെ, വീണ്ടും ലോഡ് കൂട്ടിയരിച്ചോളി. വീണ്ടും ലോഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? റോട്ടറിന്റെ സ്പീഡ് ഒന്നുകൂടി കുറയും. ഓക്കെ, ഒന്നുകൂടി കുറയും. വീണ്ടും സ്ലിപ്പ് എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഇങ്ങനെ കൂടും. അതായത് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മോട്ടറിന്റെ സ്പീഡും മാറ്റം വരും, അതേപോലെ തന്നെ ടോർക്കും മാറ്റം വരും, അതേപോലെ തന്നെ നമുക്ക് സ്ലിപ്പും മാറ്റം വരും. അതായത് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മോട്ടറിന്റെ സ്പീഡിലും മാറ്റം വരുന്നുണ്ട്, സ്ലിപ്പിലും അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ലോഡ് കണ്ടീഷനിലും, അതായത് ഓരോ സ്ലിപ്പ് കണ്ടീഷനിലും എങ്ങനെയൊക്കെയാണ് നമ്മുടെ മോട്ടറിന്റെ ടോർക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക, എത്ര വാല്യൂസ് ഒക്കെയാണ് ഉണ്ടാകുക, എങ്ങനെയൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടോർക്ക് സ്ലിപ്പ് കർവ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? ഹൗ ദ ഇൻഡക്ഷൻ മോട്ടർ ടോർക്ക് വേരീസ് വിത്ത് സ്ലിപ്പിനനുസരിച്ച് ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് എങ്ങനെ മാറ്റം വരിക, എങ്ങനെയാണ് സ്ലിപ്പിൽ മാറ്റം വരിക? ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് ലോഡ് മാറ്റം വരുത്തിയാൽ, ഇൻഡക്ഷൻ മോട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിൽ മാറ്റം വന്നാലാണ് സ്ലിപ്പിൽ മാറ്റം വരിക. ഓക്കെ, അപ്പൊ അത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി പറയാം, ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് അതിന്റെ സ്ലിപ്പ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്ലിപ്പ് മാറുക? ഇൻഡക്ഷൻ മോട്ടറിൽ ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ഇങ്ങനെ മാറ്റം വരുന്നതിനനുസരിച്ച് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് മാറും, സ്പീഡ് മാറ്റം വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ലിപ്പ് മാറും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് സ്ലിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേരിയസ് സ്ലിപ്പ് വാല്യൂവിൽ എങ്ങനെയൊക്കെയാണ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ടോർക്ക് സ്ലിപ്പ് കർവ്. അപ്പോൾ S=0, ഇവിടെ S=1 കാണിച്ചിട്ടുണ്ട്. ഇത് S=SM. SM എന്ന് പറയുന്നത് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ്, അല്ലെങ്കിൽ SM എന്നിട്ട് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ്.
അത് നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ ഒന്നും നോക്കണ്ട. എസ് ഈക്വൽ ടു എസ് എം എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്, അത് നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട. ഇവിടെയാണ് നമ്മുടെ ടോർക്ക്, അതായത് ടോർക്ക് ഡെവലപ്പ് ചെയ്തത് വൈ ആക്സിലും, സ്ലിപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ബോർഡിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിലും നമ്മൾ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഓരോന്ന് ചെയ്യാൻ പോകണം. ഓരോ കേസ് നമ്മൾ എങ്ങനെ ഈ കർവിന് ഈ ഷേപ്പ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡെവലപ്പ് ചെയ്ത ടോർക്ക്, അതായത് റണ്ണിങ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K × SE2 ഹോൾ സ്ക്വയർ × R2/R2 ഹോൾ സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ കേസിൽ എന്തുകൊണ്ടാണ് ഈ മോട്ടർ ഈ ഒരു ഇക്വേഷൻ, ഇത് ഒറിജിൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. ഈ ഒരു കർവ് ഈ പോയിന്റിൽ എസ് ഈക്വൽ ടു 0 അല്ല ഈ പോയിന്റ് എന്ന് പറയുന്നത്. എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്തുകൊണ്ടാണ് ടോർക്ക് 0 എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, എസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സ്ലിപ്പ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് വെൻ ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ഈസ് സിങ്ക്രണസ്, ആ സമയത്തല്ല സ്ലിപ്പ് 0 ആകുക. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് 0 എന്ന അവസരത്തിൽ നമ്മൾ ആലോചിക്കുക, ടോർക്കിന്റെ ഇക്വേഷനിൽ എന്താ, സ്ലിപ്പ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക, ടോർക്കിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറുക, 0 ആയിട്ട് മാറും. ഓക്കെ, so the torque developed by the motor is 0, so we get a 0 torque point on the torque slip curve. അതുകൊണ്ടാണ് നമുക്ക് എസ് ഈക്വൽ ടു 0 ആകുമ്പോഴും ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. അതായത് നോ ലോഡ് കണ്ടീഷനിൽ മോട്ടർ സിങ്ക്രണസ് സ്പീഡിന്റെ ഏകദേശം എടുത്തിട്ട് തന്നെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, സ്ലിപ്പ് 0 ആയിരിക്കും. സ്ലിപ്പ് 0 ആകുമ്പോൾ ടോർക്ക് എന്താണ്, ടോർക്ക് 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിന് കിട്ടി. എന്തുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എസ് ഈക്വൽ ടു 0 എന്നുള്ള സമയത്ത് ടോർക്ക് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, കേട്ടോ, ഒരു ചെറിയൊരു സ്ലിപ്പിന്റെ സമയത്ത് കണ്ടോ ഇങ്ങനെ ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് കിട്ടി. അതാണ് ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ, ചെറിയൊരു സ്ലിപ്പിന്റെ റീജിയനിലൊക്കെ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിരുന്നു, മോട്ടർ the speed of the motor is synchronous, അതായത് നോ ലോഡ് കണ്ടീഷനിലാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം സിങ്ക്രോണസ് ആകുന്നത്. അപ്പോഴാണ് സ്ലിപ്പ് 0 വന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. when the load on the motor is increased, അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ നേരത്തെ എന്തിലായിരുന്നു, അതിന്റെ റോട്ടറിന്റെ സ്പീഡ് അപ്രോക്സിമേറ്റ്ലി സിങ്ക്രോണസ് സ്പീഡിൽ കറങ്ങുകയായിരുന്നു നോ ലോഡ് കണ്ടീഷനിൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത്, ആ മോട്ടറിനെ ലോഡ് ഇൻക്രീസ് ചെയ്തു. അതായത് when the load on the motor is increased, the speed of the rotor decreases. ശരിയല്ലേ, റോട്ടറിന്റെ സ്പീഡ് എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്യും. റോട്ടറിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്ത് എന്താ സംഭവിക്കുക, സ്ലിപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു 0 എന്നുള്ളിടത്ത് നിന്ന് സ്ലിപ്പ് എന്ത് വിട്ട് മാറി, ഒരു 0.01 ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും. അസ്യൂം the rotor speed is very near to synchronous speed, that is the slip is very low. അതായത് നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് മൂലം നമ്മുടെ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500 RPM ഒരു 1490 RPM ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ വിലയായിരിക്കും, ചിലപ്പോൾ 0.01 ആയിരിക്കും, അല്ലെങ്കിൽ 0.001 ഒക്കെ ആയിരിക്കും നമ്മുടെ സ്ലിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നേരിട്ടുള്ളൂ. അങ്ങനത്തെ സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കുക. നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷനിലേക്ക് പോവാ. ആ സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ടോർക്കിന്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടും. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷനിൽ എന്താണ്, എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് ഒരു 0.001 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, K ഇൻറ്റു E2 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ R2 ഹോൾ സ്ക്വയർ പ്ലസ് 0.0 SX2 ഹോൾ സ്ക്വയർ. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഒരു R2വിന്റെ വാല്യൂ ഏകദേശം ഒരു 0.2 ഒക്കെ ഉണ്ടാവും. സോറി, ഒരു 0.0, സപ്പോസ് ഒരു 0.1 ഓം ഉണ്ട് വിചാരിച്ചോളൂ. X2വിന്റെ വാല്യൂ ഏകദേശം ഒരു 2 ഓം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ.
ഓക്കെ 2 ഓം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഓക്കെ ഓക്കെ ഡിനോമിനേറ്ററിലുള്ള ഓരോ കാര്യങ്ങൾ നോക്കുകയാണ്. R2 ഹോൾ സ്ക്വയർ എത്ര ആയിരിക്കും? 0.1 ഇൻറ്റു 0.1 അല്ലേ? ഏകദേശം എത്ര കിട്ടും? 0.01 കിട്ടും. ഓക്കെ SX2 ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? എസ് എന്താ എത്രയാണ്? 0.001 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഹോൾ സ്ക്വയർ കാരണം എത്രയാണ്? 0.002 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? 0.00004. ഇത്രയും വളരെ ചെറിയൊരു വാല്യൂ ഉണ്ടാകുക. അപ്പോൾ ആലോചിച്ച് R2 സ്ക്വയറിൻ്റെ വാല്യൂവിനെ അപേക്ഷിച്ചിട്ട് SX2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? വളരെ വളരെ ചെറുതല്ലേ? അപ്പോൾ നമുക്ക് SX2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ലിപ്പിൻ്റെ സമയത്ത് K ഇൻറ്റു E2 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 ഇൻറ്റു എസ് ബൈ R2 ഹോൾ സ്ക്വയർ. ഇതിനെ വീണ്ടും മാറ്റി ഇത് കൂടെ K ഇൻറ്റു E2 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ R2. അതായത് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് അല്ലേ? എന്നാലോചിച്ച് നോക്കി. ഈ ക്വസ്റ്റിൻ്റെ അടിയിലല്ലല്ലോ സ്ലിപ്പിൻ്റെ ടേം വന്നത്, മുകളിലല്ലേ? അപ്പം എന്താ സംഭവിച്ച്? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ്. അതായത് അപ്പോൾ നമ്മളെ കർവ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ഉണ്ടാവുക. നമുക്കറിയില്ല ഓംസ് ലോ ഓർമ്മ ഉണ്ടോ? ഓംസ് ലോ V ബൈ I, V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ കർവിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ഇങ്ങനെ ആയിരുന്നില്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നില്ലേ? ഇവിടെ എന്താ കിട്ടിയത്? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആണ്. അതായത് നോ സ്ലിപ്പ് റീജിയനിൽ. അതാണ് ഇവിടെ എഴുതിയത്. വെൻ ദ ലോഡ് ഓൺ ദ മോട്ടർ ഈസ് ഇൻക്രീസ്, അതായത് നോ ലോഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറിലേക്ക് ചെറിയൊരു ലോഡ് അപ്ലൈ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ റോട്ടറിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യും. സോ ദ സ്ലിപ്പ് ഇൻക്രീസസ്. അസ്യൂം റോട്ടർ സ്പീഡ് ഈസ് വെരി നിയർ ടു സിങ്ക്രണസ് സ്പീഡ്, ദാറ്റ് ഈസ് സ്ലിപ്പ് ഈസ് വെരി സ്മോൾ. അതായത് ഇപ്പോഴും റോട്ടറിന്റെ സ്പീഡ് കുറച്ചേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഈ സമയത്ത് ദ ടേം SX2 ഹോൾ സ്ക്വയർ ഈസ് വെരി സ്മോൾ ഇൻ കമ്പാരിസൺ ടു R2 സ്ക്വയർ. അത് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് SX2 ഹോൾ സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അതുകൊണ്ട് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറൂലേ? ഓക്കെ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ്. സോ വി ഒബ്റ്റെയിൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ടോർക്ക് സ്ലിപ്പ് കർവ് അറ്റ് ലോ സ്ലിപ്പ് റീജിയൻ. അതായത് ഈ റീജിയനിൽ എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയെന്നുള്ളതിന് അർത്ഥമാണ്. അതായത് നോ ലോഡിലുള്ള കണ്ടീഷനിൽ ഇവിടെയായിരുന്നു ടോർക്കിന്റെ വാല്യൂ. പിന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു ലോ സ്ലിപ്പ് റീജിയൻ ആണ്. ആ ലോ സ്ലിപ്പ് റീജിയനിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാനുള്ള കാരണം നമ്മൾ പഠിച്ചു. ഓക്കെ അപ്പോൾ ഇവിടെ വരെ എത്തി. ഇവിടെ വരെ നമുക്ക് കർവ് കിട്ടിയത് പഠിച്ചു. ഓക്കെ ഇനി അവിടുത്തെ മൂന്നാമത്തെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് ദ ലോഡ് ഇൻക്രീസ് ഫർദർ, വീണ്ടും ഞാൻ ലോഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ വീണ്ടും ഞാൻ ലോഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? റോട്ടറിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യും, സ്ലിപ്പ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. ഓക്കെ അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടോർക്ക് കിട്ടും. ഓക്കെ അപ്പോൾ അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടോർക്ക് കിട്ടും. വീണ്ടും ഞാൻ ലോഡ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് ഞാൻ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്ത് വിചാരിച്ചു. ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ലോഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ അപ്പോൾ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു R2/X2 വാല്യൂവിന് ഈക്വൽ ആവും. ഓക്കെ സപ്പോസ് ഞാനിപ്പോൾ മോട്ടറിന് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലോഡിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഓരോ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചും സ്ലിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ ഒരു പെർട്ടിക്കുലർ ലോഡിലേക്ക് മോട്ടറിന്റെ അക്രോസ് സൈഡിൽ ലോഡിങ് ഇൻക്രീസ് ചെയ്തപ്പോൾ ആ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് R2/X2 ആയിട്ട് മാറി. ഓക്കെ R2/X2 ആകുമ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്തായിട്ട് മാറും? മാക്സിമം ടോർക്കായിട്ട് മാറും. ഓക്കെ അപ്പോൾ നമ്മുടെ മോട്ടറിന്റെ ടോർക്ക് എന്ന് പറയുന്നത്, മോട്ടർ ഡെവലപ്പ് ചെയ്ത ടോർക്ക് എന്ന് പറയുന്നത് മാക്സിമം ടോർക്കായിട്ട് മാറി. ഓക്കെ അപ്പോൾ മാക്സിമം ടോർക്കല്ലേ ഇവിടെ കിട്ടിയത്. ഓക്കെ ഇതൊന്നുകൂടി പറയാം. നേരത്തെ സ്ലിപ്പ് നോ ലോഡ് കണ്ടീഷനിലായിരുന്നു. നോ ലോഡ് കണ്ടീഷനിലാകുമ്പോൾ സ്ലിപ്പ് 0 ആണ്. ഞാൻ മോട്ടറിലേക്ക് അഡീഷണൽ ആയിട്ടൊരു ലോഡ് കൊടുത്തു. ലോഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ മോട്ടറിന്റെ
സ്പീഡ് കുറഞ്ഞു. അങ്ങനെ സ്ലിപ്പ് കൂടിയിട്ട് നമ്മളൊരു മോട്ടറിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ആ ടോർക്കാണ് നമുക്ക് ഇവിടേക്ക് തന്നെ കിട്ടുന്നത്. ഓക്കെ, സ്ലിപ്പ് കൂടിയിട്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഉണ്ടാക്കിയ ടോർക്ക് എന്ന് പറയുന്നത് ഈ റീജിയനിലൊക്കെ നമ്മൾ സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ടോർക്ക് കൂടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ വീണ്ടും ടോർക്ക് നമ്മൾ മോട്ടറിന് അക്രോസ് സൈഡിലെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് പിന്നെയും കുറയും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ എത്തുമ്പോൾ ആ സ്പീഡ് ഒരു പെർട്ടിക്കുലർ സ്പീഡിന്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ് വാല്യൂ എന്ന് പറയുന്നത് R2/x2 ഈക്വൽ ആയിട്ട് മാറുമ്പോൾ അപ്പൊ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ആ ഇൻഡക്ഷൻ മോട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പ് എന്തായിരിക്കും? ഇതല്ലേ, അതിന് ഞാൻ SM എന്ന് വിളിച്ചു. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? R2/x2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടിയില്ലേ? ഓക്കെ, ആ മാക്സിമം ടോർക്കിന്റെ വാല്യൂ എത്രയാന്നൊക്കെ നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്. ആസ് ദ ലോഡ് ഇൻക്രീസ് ഫർദർ ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ഡിക്രീസ് ചെയ്യും, വീണ്ടും ഡിക്രീസ് ചെയ്യും. സോ ദ സ്ലിപ്പ് ഇൻക്രീസസ്, അങ്ങനെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും. അറ്റ് എ വാല്യൂ ഓഫ് സ്ലിപ്പ് ഈക്വൽ ടു R2/x2, എപ്പോഴാണ് സ്ലിപ്പിന്റെ വാല്യൂ R2/x2 ആകുന്നത്? ദ മാക്സിമം ടോർക്ക് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ നമുക്ക് മാക്സിമം ടോർക്ക് ഒബ്റ്റൈൻ ചെയ്യും. ദിസ് മാക്സിമം ടോർക്ക് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്ക് ഡൗൺ ടോർക്ക് ഓർ ഫുൾ ഔട്ട് ടോർക്ക്. ഈ മാക്സിമം ടോർക്കിനെയാണ് നമ്മൾ എന്ത് ടോർക്ക് എന്ന് പറയുന്നത്? ഇപ്പൊ കിട്ടിയ മാക്സിമം ടോർക്കില്ലേ, ഈ ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമുക്ക് ഇപ്പൊ കിട്ടിയ മാക്സിമം ടോർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ ഫുൾ ഔട്ട് ടോർക്ക്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യും, എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്നൊക്കെ. ഇനി നമ്മൾ അടുത്തൊരു കേസ് നോക്കുക. ഇനി നമ്മൾ അപ്പൊ ഏകദേശം നമ്മൾ ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എന്തുകൊണ്ടാണ് ഈ കർവ് ഇവിടെ എത്തിയത്? മാക്സിമം എത്തിയത് വരെ എത്തി. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ മാക്സിമം എത്തി. ഓക്കെ, നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ്, മാക്സിമം ടോർക്ക് വരെ എത്തി. ഓക്കെ, അപ്പോൾ ഒരു സ്പീഡ് ഉണ്ട്. വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാം. അത് മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ എത്തി. വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാം. വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഓട്ടോമാറ്റിക് ഇൻക്രീസ് ചെയ്യും. അപ്പോഴുള്ള കർവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഷേപ്പിലെത്തിയത്? ഈ ഒരു ഷേപ്പിനെ ഞാൻ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാ പറയുക, ഈ ഒരു ഷേപ്പിനെ. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഷേപ്പ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അതാണ് അടുത്ത ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, when load is further increased, slip also increases, but torque developed by the motor decreases. ആലോചിച്ച് നോക്കി ഇവിടെയൊക്കെ എന്താ സംഭവിച്ച്? മോട്ടറിന്റെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലിപ്പും കൂടും, ഓട്ടോമാറ്റിക് ആയിട്ട് ടോർക്കും കൂടെ ചെയ്തിരുന്നത് അല്ലേ? ഇവിടെയായിരുന്നു നമ്മൾ മോട്ടോർ മെഷീൻ റൺ ചെയ്തെന്ന് വിചാരിച്ചോളൂ. ആ സമയത്തുള്ള ടോർക്ക് ഇതായിരുന്നു എന്ന് വിചാരിച്ചോളൂ. ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ ലോഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ സമയത്തുള്ള സ്ലിപ്പ് S1 ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ വീണ്ടും ആ മോട്ടറിലേക്കുള്ള ടോർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഒന്നുകൂടി കൂടും. സ്ലിപ്പ് കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഇൻക്രീസ് ചെയ്തിരുന്നു. അതായത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മോട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്കും ഇൻക്രീസ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച്, ഇതിന് ശേഷം നമ്മൾ വീണ്ടും ലോഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇതിനുശേഷം നമ്മൾ വീണ്ടും ലോഡ് ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വീണ്ടും ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്ലിപ്പ് കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെയായിരുന്നു മാക്സിമം നമ്മൾ ടോർക്ക് കിട്ടിയത്. ഇതിന്റെ അപ്പുറം വീണ്ടും ലോഡ് ചെയ്താൽ നമുക്ക് ടോർക്ക് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലല്ലോ, ഇതിനേക്കാൾ കുറയല്ലേ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ടോർക്കിന് എന്താ സംഭവിക്കുന്നത്? കുറയാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ആ നാലാമത്തെ പോയിന്റ് വഴി നമുക്കൊന്ന് നോക്കി നോക്കുക. എന്താ എഴുതിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കുക. when the load is further increased, അതായത് മാക്സിമം ടോർക്ക് കിട്ടുന്ന പോയിന്റിൽ നിന്നേക്കാളും വീണ്ടും ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? സ്ലിപ്പ് ഓട്ടോമാറ്റിക് ഇൻക്രീസ് ചെയ്യും. അതായത് മോട്ടറിന്റെ സ്പീഡ് ഒന്നുകൂടി കുറയും. മോട്ടറിന്റെ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മോട്ടറിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കുറയും. അങ്ങനെ സ്ലിപ്പ് കൂടും.
ബട്ട് ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ മോട്ടർ ഡിക്രീസസ്. പക്ഷേ മോട്ടർ ഡെവലപ്പ് ചെയ്ത ടോർക്കിൽ എന്താ സംഭവിക്കുന്നത്? ടോർക്ക് കുറയുക ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അതെന്താന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാലോ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? എസ് ഇ ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ടു ബൈ ആർ ടു ഹോൾ സ്ക്വയർ പ്ലസ് എസ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം നേരത്തെ നമ്മൾ സ്ലിപ്പ് കുറവുള്ള സമയത്ത് ഇപ്പൊ എന്തായിരുന്നു? സ്ലിപ്പ് ഒന്നുകൂടി കൂടിയില്ലേ? സപ്പോസ് ഇപ്പോഴത്തെ സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരു 0.5 ആണെന്ന് വിചാരിച്ചോളൂ. സ്ലിപ്പ് നമുക്കിപ്പോൾ ഈ സമയത്തുള്ള 0.5 ആണ്. ആർ ടുവിന്റെ വാല്യൂ ഞാൻ നേരത്തെ എത്ര എടുത്തിരുന്നത്? ഒരു 0.1 ആണ്. എക്സ് ടുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2 ആണ്. ഓക്കെ, വിചാരിച്ചോളൂ. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഡിനോമിനേറ്ററിന്റെ കാര്യം നോക്കുക കേട്ടോ. ഡിനോമിനേറ്ററിന്റെ കാര്യം നോക്കുകയാണ്. ആർ ടു ഹോൾ സ്ക്വയർ എത്രയായിരിക്കും? 0.1 ഇൻറ്റു 0.1 എത്രയാണ്? 0.01 അല്ലേ? ഓക്കെ, എസ് എക്സ് ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എസിന്റെ വില എത്ര? 0.5. 0.5 ഇൻറ്റു 2 ഹോൾ സ്ക്വയർ. 0.5 ഇൻറ്റു 2 പറഞ്ഞാൽ 1. 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ എത്രയാ? 1. 1നെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാലോചിച്ച് നോക്കി, ആർ ടു ഹോൾ സ്ക്വയറിന്റെ വില ഇപ്പൊ എത്ര കിട്ടി? 0.01. എസ് എക്സ് ടു ഹോൾ സ്ക്വയറിന്റെ വില എത്ര? 1. 1നെ കമ്പയർ ചെയ്യുമ്പോൾ 0.01ന്റെ വില എന്താ? വളരെ ചെറുതല്ലേ? അപ്പൊ എസ് എക്സ് ടു ഹോൾ സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആർ ടു ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞൂടെ? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ബിക്കോസ് വെൻ സ്ലിപ്പ് ഈസ് ഹൈ the term sx2 whole square is very large in comparison to r2 square. r2 square നെ കമ്പയർ ചെയ്യുമ്പോൾ sx2 whole square വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ r2 whole square വാല്യൂ എന്ത് ചെയ്ത? നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ വീണ്ടും മാറും. k ഇൻറ്റു എസ് ഇ ടു ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ടു ബൈ എസ് എക്സ് ടു ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമുക്ക് വീണ്ടും മറ്റേ ഇതിൽ കൂടെ എക്സ് സ്ക്വയറിന്റെ എക്സ് ടു ഹോൾ സ്ക്വയറിന് ഇതിൽ കൂടെ എഴുതാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്, ഇതൊക്കെ ഒരു കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ബൈ എസ് സ്ക്വയർ. എന്താണ്? 1/s അല്ലേ ഇതിൽ കൂടെ? അപ്പൊ ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് അല്ലേ? ഓക്കെ, ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആവുമ്പോൾ ആ മാക്സിമം ടോർക്കിന്റെ പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കുറയുക ചെയ്യുക. അതായത് നമ്മുടെ ആ സമയത്തുള്ള ടോർക്ക് സ്ലിപ്പ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിരുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു കർവ് കിട്ടുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ടോർക്ക് സ്ലിപ്പ് കർവ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 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 വരുന്നത്. ഓക്കെ, അപ്പോൾ അതെത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു കൺക്ലൂഷൻ പോയിന്റ് എഴുതുക. thus at higher values of slip, that is the slip beyond that corresponding to maximum torque. maximum torqueന്റെ സ്ലിപ്പിന് അപ്പുറത്ത് ഉള്ള സ്ലിപ്പുകൾക്ക് torque is approximately inversely proportional to slip, and the torque slip characteristics of induction motor at high slip region is rectangular hyperbola. അപ്പോൾ അതും കിട്ടും. ഇനി നമ്മൾ അടുത്ത വേണ്ട ടോർക്ക് പോയിന്റ് കറസ്പോണ്ടിങ് ടു സ്ലിപ്പ് 1 gives the starting torque of induction motor. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് നമുക്കറിയാലോ എസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ടോർക്കിന്റെ പേരെന്താണ്? സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ 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 ഒരു സ്ഥലത്ത് മുട്ടും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് എസ് ഈക്വൽ ടു 1 ആവും. എസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തല്ലേ? സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ ടോർക്ക് ഉണ്ടാവുമല്ലോ. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ എമൗണ്ട് ആയിരിക്കും ഈ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എത്ര കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ y ആക്സിസിലേക്ക് എക്സ്ട്രാപ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇതാണ്, ടോർക്ക് സ്ലിപ്പ് കർവ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടോർക്ക് സ്ലിപ്പ് കർവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോർക്ക് സ്ലിപ്പ് കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇതാണെന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇതാണ് മാക്സിമം ടോർക്ക് എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇത് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മോട്ടറിന്റെ സ്പീഡ് കുറയും. പക്ഷേ എപ്പോഴും സ്പീഡ് കുറഞ്ഞ് വിചാരിച്ചിട്ട് അത്രയും ടോർക്ക് ആ ഇൻഡക്ഷൻ മോട്ടറിൽ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. അതായത് എന്താണെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓക്കെ നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട് ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഞാൻ ആദ്യമേ ഒന്നാമത്തെ ലോഡ് ആഡ് ചെയ്തു. ഒന്നാമത്തെ ലോഡ് ഈ വട്ടം എന്നുള്ള ലോഡാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 1500 RPM ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡക്ഷൻ മോട്ടർ ആണെന്ന് വിചാരിച്ചോളൂ. 1500 RPM ഇൻഡക്ഷൻ മോട്ടറിന്റെ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇതൊരു നോ ലോഡിൽ റൺ ചെയ്യായിരിക്കും. നോ ലോഡിൽ റൺ ചെയ്യുന്ന അവസരത്തിൽ റോട്ടറിന്റെ സ്പീഡ് എന്താണ്? ഏകദേശം 1500 RPM തന്നെയാണ്. അപ്പോൾ സ്ലിപ്പിന്റെ വാല്യൂ എന്താണ്? സ്ലിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് റോട്ടറിന്റെ സ്പീഡ്, ഇത് സ്ലിപ്പ്. ഓക്കെ, സ്ലിപ്പ് എന്ന് പറയുന്നത് 0. ഞാൻ ആ മോട്ടറിലേക്ക് ഒന്നാമത്തെ ലോഡ്, ഈ മുട്ട പോലുള്ളത് ഒന്നാമത്തെ ലോഡാണ് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ആ മോട്ടറിലേക്ക് അപ്ലൈ ചെയ്തുമ്പോൾ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1495 RPM ആയിട്ട് മാറി. ഓക്കെ, സ്ലിപ്പ് എന്തായിട്ട് മാറി? ഒരു 0.01 ആയിട്ട് മാറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോഡിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോർക്ക് ഇൻഡക്ഷൻ മോട്ടറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻഡക്ഷൻ മോട്ടർ ഈ ലോഡിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്തു. സപ്പോസ് അതെന്ന് പറയുന്നത് ഒരു 10 ന്യൂട്ടൺ ആണ് വിചാരിച്ചോളൂ. ഓക്കെ, 10 ന്യൂട്ടൺ എന്നുള്ള ഒരു ലോഡ് ജനറേറ്റ് ചെയ്തു. ഞാൻ വീണ്ടും അതിനെ ക്രോസ് ആയിട്ട് ഒരു ലോഡ് കണക്ട് ചെയ്ത് വിചാരിച്ചോളൂ. വീണ്ടും ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1450 RPM ആയിട്ട് കുറഞ്ഞു വിചാരിച്ചോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ലിപ്പ് എന്ത് സംഭവിക്കും? സ്ലിപ്പിന് ഇൻക്രീസ് വരുമല്ലേ? സ്ലിപ്പ് ഇൻക്രീസ് വരും. സ്ലിപ്പ് ഇൻക്രീസ് വന്നിട്ട് അതിന്റെ ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് പിന്നെയും കൂടി വിചാരിച്ചോളൂ. അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒന്നുകൂടി കൂടി. അപ്പോൾ സപ്പോസ് ഒരു 20 ന്യൂട്ടൺ ആയിട്ട് ജനറേറ്റ് ചെയ്ത് വിചാരിച്ചോളൂ. ആ ഇൻഡക്ഷൻ മോട്ടറിനെ മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 30 ന്യൂട്ടൺ ഒരു ഔട്ട്പുട്ട് പവർ ആണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ 30 ഹോഴ്സ് പവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്പുട്ട് പവർ ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററോ ടോർക്കിന്റെ ടൈമിലാകുമ്പോൾ ന്യൂട്ടൺ മീറ്ററിലാണ്. അപ്പോൾ വീണ്ടും ഒരു മൂന്നാമത്തെ ലോഡ് കൂടി കണക്ട് ചെയ്ത്, ഇതാണ് അതിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് മാക്സിമം ലോഡ്. മാക്സിമം ലോഡ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1400 RPM ആയിട്ട് മാറി വിചാരിച്ചോളൂ. അതിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് 0.3 ആയിട്ട് മാറി വിചാരിച്ചോളൂ. ഇതാണ് അതിന്റെ മാക്സിമം. ഓക്കെ, അപ്പൊ 0.3 ആയിട്ട് വിചാരിച്ചോളൂ. അപ്പൊ നമുക്കൊരു 30 ന്യൂട്ടൺ എന്ന് പറയുന്നത് മാക്സിമം അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്ക് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ 3 ലോഡിനെയും കൊണ്ടിട്ട് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ലോഡിന് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന് ഈ മൂന്ന് ലോഡിനും വേണ്ട പവർ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന് കൊടുക്കാൻ പറ്റും. വീണ്ടും നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ ലോഡ് ചെയ്യാൻ വിചാരിച്ചോളൂ. വീണ്ടും ഇൻഡക്ഷൻ മോട്ടറിനെ ലോഡ് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് 1350 RPM ആയിട്ട് മാറും. ഓട്ടോമാറ്റിക് സ്ലിപ്പും കൂടും. പക്ഷേ ആ ഇൻഡക്ഷൻ മോട്ടറിന് വീണ്ടും ലോഡല്ലേ, വീണ്ടും ലോഡ് ആഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 40 ന്യൂട്ടൺ മീറ്റർ നമ്മളെ 40 ന്യൂട്ടൺ മാത്രമുള്ള ഒരു പവർ ഇൻഡക്ഷൻ മോട്ടർ ജനറേറ്റ് ചെയ്ത് തരണം. പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിന് 30ന്റെ പുറത്ത് പോകാൻ പറ്റൂല. മാക്സിമം 30 ഉള്ളൂ. അതെന്താ സംഭവിക്കുക? അപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇൻഡക്ഷൻ മോട്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന ഏകദേശം എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അറിയോ? ഒരു 25 ന്യൂട്ടൺ മീറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കർവ് ഓർമ്മല്ലേ? ഈ ഒരു കർവ് മാക്സിമം വരെ എത്തി. വീണ്ടും സ്ലിപ്പ് ഇൻക്രീസ് ചെയ്താൽ അതിനുണ്ടാക്കാൻ പറ്റുന്നത്, ഇത് 30 ആയിരുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്താൽ അതിനുണ്ടാക്കാൻ പറ്റുന്നത് 25 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? 25 RPM 25 ന്യൂട്ടൺ മീറ്റർ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് എത്ര വേണ്ടീന്? 40 വേണ്ടീന്. പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കിയത്? ഇൻഡക്ഷൻ മോട്ടറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ 25 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ 25 ന്യൂട്ടൺ മീറ്റർ ഉണ്ടാക്കിയ ടോർക്ക് വെച്ചിട്ട് ഈ 4 ലോഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താ ചെയ്യുക? ഇൻഡക്ഷൻ മോട്ടർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ഓഫിലേക്ക് പോകും. അതായത് നമ്മളൊരു അൺസ്റ്റേബിൾ റീജിയനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യും. അതായത് നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ആ ലോഡിനെ താങ്ങാനുള്ള, ആ ലോഡിനെ ഡ്രൈവ് ചെയ്യാനുള്ള പവർ ഇൻഡക്ഷൻ മോട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാവും. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയില്ലേ? ഒരു എക്സാമ്പിൾ പറയാം.
ഇപ്പോൾ ഞാനൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണ്. എനിക്കൊരു 30 കിലോനാണ് എനിക്ക് മാക്സിമം പൊക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോളി. ആദ്യം 5 കിലോന്റെ വെയിറ്റ് തന്നു, ഞാൻ പൊക്കി. 10 കിലോന്റെ വെയിറ്റ് തന്നു, അതും പൊക്കി. 25 കിലോന്റെ വെയിറ്റ് തന്നു, അതും പൊക്കി. 30 കിലോന്റെ വെയിറ്റ് തന്നു, 30 കിലോന്റെ വെയിറ്റ് ഞാൻ പൊക്കും. ഓക്കെ, ഇനി എനിക്കൊരു 50 കിലോന്റെ വെയിറ്റ് അങ്ങ് തന്ന എന്താ സംഭവിക്കുക? ഞാൻ പദവെന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് വീഴൂലേ? അതന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇൻഡക്ഷൻ മോട്ടറിന്റെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോർക്കിന്റെ പുറമെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ലോഡ് വരികയാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ എന്താ സംഭവിക്കുക? നമ്മൾ വീണ പോലെ ഇൻഡക്ഷൻ മോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അൺസ്റ്റേബിൾ റീജിയനിലേക്കൊക്കെ പോകും. അതായത് അതിന് ആ ലോഡിനെ ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഈ റീജിയനെ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റീജിയനെ അൺസ്റ്റേബിൾ റീജിയൻ എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ റീജിയൻ പറയാൻ കാരണം എന്താ? ലോഡ് ഇൻക്രീസ് ചെയ്താലും നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താ ചെയ്യുക? കുറവാകുക ചെയ്യുക. അതാണ് അടുത്ത ഈ ഒരു പോയിന്റിൽ കാണിച്ചിരിക്കുന്നത്. ദ റീജിയൻ ബിറ്റ്വീൻ സ്ലിപ്പ് ഈക്വൽ ടു 0 ടു സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക് ഈസ് കോൾഡ് സ്റ്റേബിൾ റീജിയൻ. കാരണം എന്തുകൊണ്ടാണ്? ആ സമയത്ത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡക്ഷൻ മോട്ടറിന് ഓട്ടോമാറ്റിക് ആയിട്ട് ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ലോഡിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ but the region between slip corresponding to maximum torque and s equal to 1 is called unstable region, because in this region if load on the motor is increased, the torque produced by the motor reduces. Okay, the torque produced by the motor reduces. So the demand of the load is not met by the motor. അതായത് മോട്ടറിന് അതിന്റെ ലോഡിനെ മീറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ആ ഇൻഡക്ഷൻ മോട്ടർ ആ റീജിയനിൽ നമ്മൾ അൺസ്റ്റേബിൾ റീജിയൻ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ 4-5 പോയിന്റുകൾ പഠിച്ചാൽ നമുക്ക് ടോർക്ക് സ്ലിപ്പ് കർവ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടോർക്ക് സ്ലിപ്പ് കർവ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോർക്ക് സ്ലിപ്പ് കർവിന്റെ ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഇഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് ഓൺ ടോർക്ക് സ്ലിപ്പ് കർവ്. അതായത് ടോർക്ക് സ്ലിപ്പ് കർവിൽ എങ്ങനെയാണ് ഒരു റോട്ടർ റെസിസ്റ്റൻസ് വേരി ചെയ്താൽ എന്താണ് ടോർക്ക് സ്ലിപ്പ് കർവിന്റെ ഷേപ്പിൽ മാറ്റം വരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് ഓൺ ടോർക്ക് സ്ലിപ്പ് കർവ്. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ എങ്ങനെയാണ് റോട്ടറിന്റെ റെസിസ്റ്റൻസ്, നമുക്കറിയാം റോട്ടറിന്റെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ റോട്ടറിന്റെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മാത്രം മാറ്റിയാൽ നമ്മുടെ ടോർക്ക് സ്ലിപ്പ് കർവിന് എന്ത് മാറ്റാണ് വരിക? നമുക്കറിയാലോ ടോർക്ക് സ്ലിപ്പ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ടോർക്ക് സ്ലിപ്പ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സ്ലിപ്പ് ഈക്വൽ ടു 0, ഇവിടെ എത്രയാണ്? സ്ലിപ്പ് ഈക്വൽ ടു 1. ഈ സ്ലിപ്പിന്റെ എന്താണ്? സ്ലിപ്പ് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയ സ്ലിപ്പ് എന്ന് പറയും. ഈ ടോർക്കിന് എന്താണ്? മാക്സിമം ടോർക്ക് എന്ന് പറയും. ഓക്കെ, എന്ത് മാറ്റങ്ങളാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, if we increase the rotor resistance, the starting torque increase ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. റോട്ടറിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ സ്റ്റാർട്ടിങ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നു. ഓക്കെ, നമ്മൾ പിക്ചറിൽ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ റെഫറൻസ് ആയി എടുക്കുന്ന നമ്മുടെ സാധാരണയുള്ള ഇൻഡക്ഷൻ മോട്ടറിന്റെ നമ്മുടെ ടോർക്ക് സ്ലിപ്പ് കർവ് ഇതാന്ന് വിചാരിച്ചോളൂ. ഇതാണല്ലോ അതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ടോർക്ക് അതിന്റെ റോട്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പൊ റോട്ടറിന്റെ റെസിസ്റ്റൻസ് R2 ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്തിട്ട് ആ റോട്ടറിന്റെ റെസിസ്റ്റൻസ് R2' ആയിട്ട് മാറി. ഓക്കെ, R2' ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന റോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവിന്റെ കർവാണ് ഇവിടെ വെച്ച് കിട്ടുന്നത്. പോയിട്ടോ, ഇങ്ങോട്ടാ മാറി. ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ കേസിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇവിടെയായിരുന്നു. ഇപ്പോഴത്തെ കേസിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്തായിട്ട് മാറി? ഒന്നുകൂടി കൂടിയില്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടി.
പക്ഷെ മാക്സിമം ടോർക്കിന് എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, മാക്സിമം ടോർക്കിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കുക വീണ്ടും ഇപ്പൊ എത്ര റോട്ടർ റെസിസ്റ്റൻസ് R2 ആയിരുന്നു, ഒന്നുകൂടി കൂട്ടി R1 ഡാഷ് ആക്കുക. വീണ്ടും ഞാൻ റോട്ടർ റെസിസ്റ്റൻസ് കൂട്ടി വരച്ചോളി. അപ്പോൾ റോട്ടറിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R2 ആക്കി മാറ്റി വെച്ചു. ഒന്നുകൂടി കൂട്ടി. ആ സമയത്തുള്ള ടോർക്ക് സ്ലിപ്പ് കർവിന്റെ കർവാണ് നമ്മളവിടെ വരച്ചിട്ടുള്ളത്. നോക്കിയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? S=1 ആകുമ്പോൾ ടോർക്കാണല്ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. വീണ്ടും സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുക ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കി? If we increase the rotor resistance, the starting torque increase. പക്ഷേ എന്തിന് മാറ്റം വന്നില്ല? മാക്സിമം ടോർക്കിൽ മാറ്റം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് മാക്സിമം ടോർക്കിൽ മാറ്റം വരാതെ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ മാത്രം മാറ്റം വന്നു? റോട്ടർ റെസിസ്റ്റൻസ് മാറ്റിയപ്പോൾ. അത് നമുക്കൊന്ന് ചെറുങ്ങനെ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാലോ മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? K × V2 whole square by 2x2. ഓക്കെ, 2x2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് റോട്ടറിന്റെ റെസിസ്റ്റൻസ് R2 ആയപ്പോൾ ഉള്ള മാക്സിമം ടോർക്കിന്റെ വാല്യൂ ആണ് എത്ര പറയുന്നത്? K × V2 whole square by 2x2. ഇനി ഞാൻ റോട്ടറിന്റെ റെസിസ്റ്റൻസ് R2 ഡാഷ് ആയിട്ട് മാറ്റി, അതിന് ഒന്നുകൂടി കൂട്ടി അരച്ചിട്ട് മാക്സിമം ടോർക്കിന്റെ എക്സ്പ്രഷനിൽ നമുക്ക് നോക്കി വെക്കാം. K × ഇത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. E2 whole square റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. 2 റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. X2 റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. അവിടെ മാക്സിമം ടോർക്ക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമ്മൾ റെസിസ്റ്റൻസ് മാറ്റിയാൽ മാക്സിമം ടോർക്കിന് എന്തെങ്കിലും മാറ്റം വരും? ഒരു മാറ്റം വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കർവ് എന്ന് പറയുന്നത് എല്ലാത്തിനും മാക്സിമം ടോർക്ക് ഇവിടെ ആയിട്ട് മാറിയത്, കോൺസ്റ്റന്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ആ ഒരു സംശയം തീർന്നു. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടിയത്? അതാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് നമ്മളടുത്ത് ഉത്തരമുണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? K × E2 whole square × R2 divided by R2 whole square plus X2 whole square ആണ് അല്ലേ? ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു R2ന്റെ വാല്യൂ എത്രയാണ്? 0.1. X2ന്റെ വാല്യൂ എത്രയാണ് സാധാരണ ഉണ്ടായാല്? ഒരു 2 ohm. ഓക്കെ, അപ്പൊ നമ്മൾ R2 whole square എടുക്കുക. 0.1 × 0.1 എത്രയാണ്? 0.01. X2 whole square എടുക്കുക. അപ്പൊ എത്രയാണ്? 2 × 2 എത്രയാണ്? 4. ഈ X2 whole square അപേക്ഷിച്ചിട്ട് R2 whole square എന്താണ്? വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതിക്കൂടെ? ഈ സാധനം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? K × E2 whole square × R2 by X2 whole square. ആലോചിച്ച് നോക്കി. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതാത് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് K × E2 whole square × R2 by X2 whole square. എന്നാലോചിച്ച് നോക്കി. സ്റ്റാർട്ടിംഗ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 അല്ലേ? അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R2 ആയിട്ട് കിട്ടിയില്ലേ? അതായത് റോട്ടറിന്റെ റെസിസ്റ്റൻസ് കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഭവിച്ച്? റോട്ടറിന്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇങ്ങനെ കൂടി. അപ്പൊ അതിനൊരു ആൻസർ ആയിട്ട് മാറിയില്ലേ? അതിനും ആൻസർ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇഫ് യു ഇൻക്രീസ് ദ റോട്ടർ, ഈ രണ്ടാമത്തെ പോയിന്റ്, ഇഫ് യു ഇൻക്രീസ് ദ റോട്ടർ റെസിസ്റ്റൻസ് the slip at which maximum torque occurs is increased. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി വിട്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം ടോർക്കിൽ മാറ്റം വരുന്നില്ല, പക്ഷേ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ഈ കർവ് എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത്? റോട്ടറിന്റെ റെസിസ്റ്റൻസ് മാറുമ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം ടോർക്ക് മാറുന്നില്ല. മാക്സിമം ടോർക്ക് മാറുന്നില്ലെങ്കിൽ ഈ കർവ് ഇങ്ങനെ തന്നെ പോയിക്കോളെ, ഇതുമ്പോൾ തന്നെ പോയിട്ട് ആകെ നമ്മളെന്താ പറഞ്ഞത്? സ്റ്റാർട്ടിംഗ് ടോർക്ക് മാത്രം മാറും. ഇവിടുന്ന് മാത്രം ഡൈവേർട്ട് ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയത്? അതിനൊരു ആൻസർ വേണമല്ലോ. ഓക്കെ, അതിനുള്ള ആൻസർ ആണ് നമുക്കറിയാലോ.
മാക്സിമം ടോർക്ക് മാറുന്നില്ല. പക്ഷേ മാക്സിമം ടോർക്ക് തരുന്ന ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പിന്റെ വാല്യൂ എന്താണ്? R2/x2 ആണ്. ഓക്കെ, സപ്പോസ് എസ് ഈക്വൽ ടു എസ് എന്നുള്ളൊരു വാല്യൂവിലാണ് നമ്മുടെ റോട്ടർ റെസിസ്റ്റൻസ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. അതായത് ഇപ്പോൾ റോട്ടറിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.1 ആണെന്ന് വിചാരിച്ചോളൂ. x2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്നത് മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ആയ സ്ലിപ്പ് എന്താ? 0.1/2. 0.1/2 എന്ന് പറയുന്നത് 0.05 എന്നുള്ള ഒരു സ്ലിപ്പിലാണ് നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടിയത്. അതായത് ഈ സമയത്തുള്ള മാക്സിമം സ്ലിപ്പ് എന്ന് പറയുന്നത് 0.05 ആണെന്ന് വിചാരിച്ചോളി. ഓക്കെ, ഞാനിനി വീണ്ടും റെസിസ്റ്റൻസ് കൂട്ടി. ഓക്കെ, റെസിസ്റ്റൻസ് കൂട്ടിയിട്ട് റോട്ടറിന്റെ റെസിസ്റ്റൻസ് ഒരു 0.2 ആക്കിയിട്ട് മാറ്റി. ഓക്കെ, 0.2 ആക്കി മാറ്റി. അപ്പൊ മാക്സിമം ടോർക്കിന് കറസ്പോണ്ടിങ് ഉള്ള സ്ലിപ്പിന്റെ വാല്യൂ എന്താണ്? പുതിയ റെസിസ്റ്റൻസ് എത്രയാ? 0.2/x2 എന്ന് പറഞ്ഞാൽ 2 = 0.1. അതായത് 0.1 സ്ലിപ്പ് 0.1 ആവുമ്പോഴേ മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 0.1 ആവുമ്പോഴേ മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതിന് വരെ എന്ത് സംഭവിച്ച് കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയത്. ഓക്കെ, വീണ്ടും ഞാൻ സ്ലിപ്പ് റോട്ടറിന്റെ റെസിസ്റ്റൻസ് കൂട്ടി വിചാരിച്ചോളി. വീണ്ടും റോട്ടറിന്റെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ സ്ലിപ്പ് അറ്റ് വിച്ച് മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലിപ്പിന് എന്താ പറ്റുക? സ്ലിപ്പ് വീണ്ടും കൂടും. ഓക്കെ, അപ്പൊ ആ വലിയ വാല്യൂലായിരിക്കും നമുക്ക് അടുത്ത മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യുന്നത്. അപ്പോ റോട്ടർ റെസിസ്റ്റൻസ് കൂട്ടിയാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? മാക്സിമം ടോർക്കിന് മാറ്റം വരില്ല, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും. അടുത്തെന്താണ് സംഭവിക്കുന്നത്? മാക്സിമം ടോർക്കിന് മാറ്റം വരില്ലെങ്കിലും ആ മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യുന്ന സ്ലിപ്പിൽ മാറ്റം വരും. അതായത് റോട്ടറിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യുന്ന സ്ലിപ്പും കൂടും. അല്ലേ? സ്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ടോർക്ക് ഒക്യൂർ ചെയ്യുന്നത് ഇവിടെയായിരുന്നു. വീണ്ടും റോട്ടർ റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ ഇവിടെയായി. വീണ്ടും റോട്ടർ റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ ഇവിടെയായി. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോർക്ക് സ്ലിപ്പ് കർവ്, ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് സ്ലിപ്പ് കർവ് ഇതോടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെ അവസാനത്തെ ടോർക്കിന്റെ ഭാഗത്തുള്ള ഒരു അവസാനത്തെ ടോപ്പിക്കാണ് ഇഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജ് ഓൺ ടോർക്ക് ആൻഡ് സ്ലിപ്പ്. അതായത് ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററിലേക്ക് സപ്ലൈ ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കണ്ടേ? ആ 3 ഫേസ് സപ്ലൈ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റിയാൽ ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്കിലും സ്പീഡിലും എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അതും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഒഴിഞ്ഞ സ്ഥലം വേണം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഇതാണെന്ന് അറിയാലോ. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഇതറിയാം. ഓക്കെ, E2 എന്ന് പറയുന്ന സാധനം നമുക്കറിയാലോ, phi is proportional to E2 ആയിരുന്നു. ഓക്കെ, അതായത് നമുക്കറിയാം E2 ഉണ്ടാകാനുള്ള കാരണം ആരാണ്? റോട്ടറിൽ EMF ഉണ്ടാകാനുള്ള കാരണം എന്താണ്? phi. അപ്പൊ E2 ഉണ്ടാകാനുള്ള കാരണം എന്താണ്? E2 ഉണ്ടായത് phi കാരണമാണ്. ഈ phi എന്ന് പറഞ്ഞ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? സ്റ്റേറ്ററിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടല്ലേ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്ററിന്റെ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. അതായത് E2 is directly proportional to phi ആണ്, ബട്ട് phi is directly proportional to V ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ E2 മാറ്റിയിട്ട് V ആക്കി മാറ്റിക്കൂടെ? ഓക്കെ, V ആക്കിയിട്ട് മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കി. R2 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. R2 ഹോൾ സ്ക്വയർ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ ഓരോരോ കോൺസ്റ്റന്റുകളാണ്. പിന്നെ ടോർക്കിന്റെ വാല്യൂ വളരെ ചെറുതാകുമ്പോൾ നമ്മളെ മോട്ടർ റൺ ചെയ്യുന്ന സമയത്ത് സാധാരണ എന്ന് പറയുന്നത് സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. വളരെ ചെറുതാകുമ്പോൾ ഈ SX2 ഹോൾ സ്ക്വയറും വളരെ ചെറുത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ടോർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ES ഇൻറ്റു E2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് മാറി? V ആയിട്ട് മാറിയില്ലേ? S ഇൻറ്റു V സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ടോർക്ക് ഡെവലപ്ഡ് ബൈ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു S ഇൻറ്റു V സ്ക്വയർ. S എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ്. V എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുത്ത ഇൻപുട്ടിലേക്ക് സ്റ്റേറ്ററിലേക്ക് കൊടുത്ത വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? വി സ്ക്വയർ നമ്മളെ ഇൻപുട്ടിലേക്ക് കൊടുത്ത വോൾട്ടേജ് കുറച്ചാൽ നമ്മളെ ടോർക്കിൽ എന്താ സംഭവിക്കുക? ഇൻപുട്ടിലേക്കുള്ള വോൾട്ടേജ് കുറഞ്ഞാൽ ടോർക്ക് വി സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിട്ട് കുറയും. അതായത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 10% കുറച്ചാൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് എത്ര ശതമാനം കുറയാറ്? 10% കുറച്ചാൽ ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് എന്ന് പറയുന്നത് 20% കുറയാം. വി സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആയിട്ടാണ് കുറയാം. അത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 10% കുറച്ചാൽ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് 20% കുറയാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എസ് വി സ്ക്വയർ എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. വോൾട്ടേജ് കൂട്ടിയാൽ ടോർക്ക് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ ടോർക്കും കുറയും. അതായത് ഒരു ഡയറക്ട്ലി സ്ക്വയർലി റിലേഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് വോൾട്ടേജ് 10% കുറച്ചാൽ ടോർക്ക് എത്ര ഓട്ടോമാറ്റിക്കായിട്ട് 20% കുറയും. നമ്മൾ അസ്യൂം ചെയ്യുക നമ്മളെ ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് വി സ്ക്വയർ എന്ന് പറഞ്ഞു. ഒരു വി എന്നുള്ളൊരു സപ്ലൈയിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടറിന് അക്രോസ് ആയിട്ടുള്ള അതിന് അക്രോസ് ആയിട്ടൊരു ലോഡ് ഉണ്ട്. ആ ലോഡ് ഒരു ഏകദേശം ഒരു 50 Nm ടോർക്ക് ഉണ്ടെങ്കിൽ റൺ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച. ഓക്കെ, അപ്പോൾ ആ ലോഡിനെ ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇൻഡക്ഷൻ മോട്ടറിന്റെ വോൾട്ടേജ് കുറഞ്ഞു വിചാരിച്ചോളൂ. ഓക്കെ, വോൾട്ടേജ് കുറഞ്ഞ എന്താ സംഭവിക്കുക? ഇൻഡക്ഷൻ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, നേരത്തെ 50 Nm ജനറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വോൾട്ടേജ് 10% കുറഞ്ഞ ടോർക്ക് എത്ര പെർസെൻറ്റേജ് കുറയും? ടോർക്ക് 20% കുറയും. അപ്പോൾ 50 Nm 20% എന്ന് പറഞ്ഞാൽ എന്താ കുറയാ? എത്രയായിട്ടാ കുറയാ? അതിനുണ്ടാക്കുന്ന പറ്റുന്ന ടോർക്ക് എന്ന് പറയുന്നത് 40 Nm ആയിട്ട് കുറയും. പക്ഷേ എന്താ സംഭവിക്കുക അറിയാം? നമുക്കറിയാലോ, ആ പെട്ടെന്ന് സപ്ലൈ വോൾട്ടേജ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സംഭവം പറഞ്ഞു മോട്ടറിന്റെ ടോർക്ക് റെഡ്യൂസ് ചെയ്തു. പക്ഷെ നമുക്ക് എന്താ സംഭവിക്കേണ്ടത്? ആ ലോഡിനെ റൺ ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ലോഡിനെ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കറോ? ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ഒന്നങ്ങ് കുറയും. ഓക്കെ, നമ്മുടെ സപ്ലൈയുടെ വോൾട്ടേജ് വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ഒന്നങ്ങ് കുറയും. സ്പീഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, വി സ്ക്വയർ റെഡ്യൂസ് ചെയ്തപ്പോൾ സ്ലിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ വി സ്ക്വയറിൽ എത്രമാത്രം കുറവ് വന്നോ അതിനനുസരിച്ച് സ്ലിപ്പിൽ ഇൻക്രീസ് വരും. അപ്പോൾ അങ്ങനെ സ്ലിപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നിട്ട് ടോർക്ക് പഴയ ടോർക്കിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ടോർക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് വേരിയേഷൻ സംഭവിക്കുമ്പോൾ ടോർക്കിന് എന്ത് സംഭവിക്കും? ടോർക്കിൽ റിഡക്ഷൻ സംഭവിക്കും. 10% വോൾട്ടേജ് കുറഞ്ഞാൽ 20% ടോർക്ക് റെഡ്യൂസ് ചെയ്യും. പക്ഷേ നമ്മുടെ ടോട്ടൽ ടോർക്ക് നമ്മൾ പഴയതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ഒന്ന് കുറക്കും. സ്പീഡ് ഓട്ടോമാറ്റിക് കുറയും. സ്പീഡ് കുറയുമ്പോൾ സ്ലിപ്പ് കൂടും. അങ്ങനെ പഴയ ടോർക്ക് തന്നെ നമുക്ക് ലോഡിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ടിലുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.